വാർത്തകൾ തുടർന്നു. കോഴിക്കോട് പന്നിയങ്കരയിൽ സ്ത്രീയുടെ മാല പൊട്ടിച്ച സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ശീലാവതിയുടെ മാല പ്രതി പൊട്ടിച്ചോടുന്നത് ദൃശ്യങ്ങളിൽ. ഇന്നലെ കേസിൽ 2 പേരെ പോലീസ് പിടികൂടിയിരുന്നു. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അഭിന പിച്ചിറക്കൽ ചേരുന്നു. അഭിന, ഈ ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ചോടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഒരു കേസിൽ ഇന്നലെ 2 പേരെ പോലീസ് പിടികൂടിയിരുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, കഴിഞ്ഞ 18-നാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ലീലാവതി മറ്റൊരു ഒഴിഞ്ഞയിടത്തിലൂടെ നടന്നു വരുന്നതിനിടെയാണ് ഈ പ്രതി ലീലാവതിയുടെ കഴുത്തിലുണ്ടായിരുന്ന മാല പൊട്ടിച്ച് കടന്നു കളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. ഈ പ്രതിക്കൊപ്പം അല്ലെങ്കിൽ പ്രതിക്ക് ഈ മാല വിൽക്കുന്നതിനും അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിന് കൂട്ടുനിന്ന ബാസിത്ത നിവാസ് അലിക്ക് എല്ലാവിധത്തിലും ഈ മോഷ്ടിച്ച ശേഷം മാലയടക്കം വിൽക്കുന്നതിനും പണം കൈമാറുന്നതിനെല്ലാം തന്നെ കൂട്ടുനിന്ന ബാസിത്ത് എന്നീ 2 പേരെയാണ് പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഈ നിവാസ് അലി കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെല്ലാം നടത്തുന്നത് എന്നുള്ളതാണ്. അതിന്റെ പ്രധാനമായൊരു തെളിവാണ് ഈ CCTV ദൃശ്യം. അതായത് ഈ CCTV ദൃശ്യത്തിൽ ആദ്യഘട്ടത്തിൽ കാണിക്കുന്നത് ഒരു ചുവപ്പ് ഡ്രസ്സ്, കടും നിറത്തിലുള്ള ചുവപ്പ് ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ ഒരു കുറ്റകൃത്യം നടത്തിയതിനു ശേഷം പ്രതി അല്പം മാറിയതിനു ശേഷം ഈ കടും നിറത്തിലുള്ള ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കിയതിനു ശേഷം കളർ മങ്ങിയ വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ പിടികൂടാതിരിക്കാനും ഈ ആളുകളുടെ കണ്ണ് വെട്ടിച്ച്, അതായത് ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ആളുകളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ഡ്രസ്സ് മാറുന്ന ഒരു ഘട്ടത്തിലേക്കാണ് എത്തുന്നത്. ഇത്തരത്തിലാണ് എല്ലാ കുറ്റകൃത്യങ്ങളും ഈ നിവാസ് അലി നടത്തി വരുന്നത് എന്നുള്ളതാണ് ഫറൂഖ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ ഫറൂഖ് പോലീസ് ഈ പ്രതിയിലേക്ക് എത്തുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ ഫറൂഖിലെ കേന്ദ്രീകരിച്ചുള്ള സകലമാന ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെ ഡീറ്റെയിൽസ് എടുത്ത സമയത്താണ് ഈ നിവാസ് അലിയിലേക്ക് എത്തുന്നത്. നിവാസ് അലി മുൻപും സമാനമായ കുറ്റകൃത്യങ്ങളും അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അടക്കം നടത്തിയ ഒരാളാണ് നിവാസ് അലി. ഇയാൾക്കെതിരെ ഫറൂഖ് പോലീസ് സ്റ്റേഷനിലും കോഴിക്കോട് സ്റ്റേഷൻ പരിധിയിലെ നിരവധി പോലീസ് സ്റ്റേഷനുകളിലെല്ലാം തന്നെ നിവാസ് അലിക്ക് നിലവിൽ കേസുണ്ട്. ഈ കേസുകൾക്കിടയിൽ നിന്നാണ് ഈ നിവാസ് അലിയിലേക്ക് പോലീസ് എത്തുകയും ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഒടുവിൽ നിവാസ് അലിയെ തന്നെ പോലീസ് കേന്ദ്രീകരിച്ച് ഒടുവിൽ ഇയാളെ പിടികൂടുകയും ചെയ്യുന്നത്. ഇതിനിടെയാണ് നിവാസ് അലിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളുടെ സുഹൃത്ത് ബാസിത്തിനെയും ഈ സമാനമായ രീതിയിൽ പിടികൂടുകയും ചെയ്യുന്നത്. ഏതായാലും ഇനിയും ഈ ഒരു മാല തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിരവധി നടപടിക്രമങ്ങളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞാൽ മാത്രമേ ശീലാവതിയുടെ ഈ 1.5 പവൻ തൂക്കമുള്ള ഈ ഒരു മാല തിരികെ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഏതായാലും നിവാസ് അലിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഒരു ജാമ്യം കിട്ടി പുറത്തു വരിക എന്നുള്ളത് നടപ്പുള്ള കേസല്ല. കാരണം ഇയാൾക്കെതിരെ മുൻപും സമാനമായ രീതിയിൽ ഇത്തരത്തിലുള്ള മോഷണ കേസുകളാവട്ടെ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളാവട്ടെ ഇത്തരത്തിലുള്ള കേസുകളെല്ലാം നിലവിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇയാൾക്കെതിരെ നിരവധി വകുപ്പുകളും ചുമത്താൻ ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഫറൂഖ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ദീപ്തി, ശരി. കോഴിക്കോട് പന്നിയങ്കരയിൽ സ്ത്രീയുടെ മാല പൊട്ടിച്ച സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ശീലാവതിയുടെ മാല പ്രതി പൊട്ടിച്ചോടുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഇന്നലെ കേസിൽ 2 പേരെ പോലീസ് പിടികൂടിയിരുന്നു. അഭിന പിച്ചിറക്കിലാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. വാഹനം വഴിമാറ്റുന്നതിനെ ചൊല്ലി